ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ക്യാമറ മോണിറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പാണ് ഞാൻ എൻ്റെ ക്യാമറയുടെ മോണിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതേ കണ്ടില്ലേ. അപ്പോൾ ഈ മോണിറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ക്യാമറയുടെ മൈക്രോ USB to USB കോഡോ നിങ്ങൾക്ക് വേണം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ ഗൂഗിൾ പോവുക, canon യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും canon യൂട്ടിലിറ്റി വിൻഡോസ്. നിങ്ങൾക്ക് വിൻഡോസ് ആണ് വേണ്ടെങ്കിൽ വിൻഡോസ്, അല്ലെങ്കിൽ മാക്കാണ് വേണ്ടെങ്കിൽ മാക്ക് എന്ന് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ലോഡിംഗ് ആവും. അപ്പോൾ ഇതേപോലെ ഒരു ഡൗൺലോഡിങ് ഓപ്ഷൻ വരും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഓപ്ഷനാണ് വരിക. ഓക്കെ, ഇതിൽ ഇതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഓപ്പൺ ആവും. അപ്പോൾ ഓപ്പൺ കൊടുക്കുക. ഫയൽ എക്സ്ട്രാക്ഷൻ പറഞ്ഞ് ഇതേപോലെ ലോഡാവും. അപ്പോൾ നമ്മൾ ഏഷ്യയിലാണോ യൂറോപ്പിലാണോ എവിടെയാണ് സ്ഥലം എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സ്ഥലം എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തെ ഇത്ര ആപ്പുകളായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ലൈസൻസ് ചോദിക്കുകയാണ്, എസ് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ പാസ്വേഡ് ഇതേപോലെ ചിലപ്പോൾ ചോദിക്കും. മാക്കിലാണെങ്കിൽ വിൻഡോസിലാണെങ്കിലും ചോദിക്കും. അപ്പോൾ അതേപോലെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അതേപോലെ എല്ലാ ആപ്പും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഫിനിഷ് കൊടുക്കുകയാണ്. കഴിഞ്ഞ ശേഷം യൂട്ടിലിറ്റി പറഞ്ഞിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ കാണിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ക്യാമറ കണക്ട് ചെയ്യണം. ഓക്കെ, ഇതേപോലെ ലോഡിംഗ് ആവും. ഇവിടെ ക്യാമറ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ BC എന്ന് കാണിക്കുന്നത്. ഓക്കെ, ക്യാമറ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്ന കാരണമാണ് BC എന്ന് കാണിക്കുന്നത്. കട്ട് ചെയ്യാം. ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ ലൈവ് വ്യൂ ഷൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് വിസിബിൾ ആയിരിക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് വിസിബിൾ അല്ലാത്ത പോലെ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ്, ഇവിടെ അപ്പറേച്ചർ, ISO, കെൽവിൻ എല്ലാം നിങ്ങൾക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഫാക്ട് പിക്ചർ സ്റ്റൈൽ പോലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സൈഡിലായിട്ട് ഫോക്കസിൻ്റെ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് റെക്കോർഡിംഗ് ആകുമ്പോൾ സൂം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ സൂം ആവും. സൂമായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് നിങ്ങളുടെ ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ മാനുവലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്യാമറയിൽ ലെൻസിലും ഓട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇതിലാണ് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ടെക്നിക്കൽ സംബന്ധമായ വീഡിയോസിനായിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കൂടുതലായി ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്തിടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ. I'm so caught in this, we're so lost deep in it.